അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ സലഫികൾക്ക് സംഭവിച്ച പിഴവിനെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നാം മനസ്സിലാക്കിയത്. 1952 സലഫികൾ പഠിപ്പിച്ചു അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കൽ കുഫറാണ് എന്ന്. അതേ സലഫികൾ 2004 എത്തിയപ്പോൾ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന വാദത്തിലേക്ക് മാറി. അതായത് 952 കുഫർ 2004 ഡിസംബർ മാസത്തിൽ തൗഹീദായി മാറി. ഇതിൻ്റെ തെളിവ് സലഫികൾക്ക് പിഴച്ചതെവിടെ എന്ന വീഡിയോയുടെ പാർട്ട് 1 ഞാൻ നൽകിയിട്ടുണ്ട്. മക്ക മൗലവി എന്ന മറ്റൊരു സലഫി നേതാവ് അദ്ദേഹം ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം എന്ന പുസ്തകത്തിൻ്റെ 45-46 പേജുകളിൽ പഠിപ്പിച്ചത് അള്ളാഹുവിനെ ഒരു സ്ഥലത്തും സങ്കല്പിക്കരുത് എന്നാണ്. എന്നാൽ വൈരുദ്ധ്യങ്ങളുടെ കലവറയായ സലഫികളുടെ മറ്റൊരു നേതാവ് ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകം എഴുതിയപ്പോൾ അതിൻ്റെ 126-127 പേജിൽ പഠിപ്പിച്ചത് അള്ളാഹു ആകാശത്തിലെന്നാണ്. മക്ക മൗലവി പറഞ്ഞു അള്ളാഹുവിനെ ഒരു സ്ഥലത്തും സങ്കല്പിക്കരുത്. ഉമർ മൗലവി പറയുന്നു അള്ളാഹു ആകാശത്തിലാണ് എന്ന്. ഇങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പിഴവും നിരവധി വൈരുദ്ധ്യങ്ങളും വെച്ചു പുലർത്തുന്നവരാണ് സലഫികൾ. ഇനിയും അവർ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചാൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സലഫികളുടെ വലിയൊരു നേതാവാണ് അഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ബനുൽ ഹുസൈമീൻ എന്ന വ്യക്തി. അദ്ദേഹം അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന പുസ്തകം എഴുതി. അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സക്കരിയ സ്വലാഹിയാണ്. ആ പുസ്തകത്തിൻ്റെ 25-ാമത്തെ പേജിൽ സക്കരിയ സ്വലാഹി പഠിപ്പിക്കുന്നത് ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ വലതു കൈയിൽ എന്നാണ്. ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ വലതു കൈയിൽ എന്നാണ്. ആകാശങ്ങൾ അവൻ്റെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയുമായിരിക്കും എന്ന് 25-ാമത്തെ പേജിൽ നമുക്ക് കാണാം. വളരെ രസകരമായ മറ്റൊരു വിഷയവും കൂടി മൗലവി എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടതുകൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് ഹദീസിന് ദുർവ്യാഖ്യാനം നൽകിക്കൊണ്ട് സക്കരിയ സ്വലാഹി എഴുതുകയാണ്. അപ്പോൾ സക്കരിയ സ്വലാഹിയുടെ വിശ്വാസത്തിൽ ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ വലതു കൈയിലാണ്. എന്നാൽ 2005 ആയപ്പോഴേക്കും അള്ളാഹു തആല സ്വന്തം വലതു കൈയിൽ കുടിയിരിക്കേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി. സക്കരിയ സ്വലാഹി പഠിപ്പിച്ചത് ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ വലതു കൈയിലാണ് എന്നാണ്. എന്നാൽ 2005 ഏപ്രിൽ മാസത്തിൽ ഇറക്കിയ സലഫികളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാകുന്ന അൽ മനാർ അതിൻ്റെ 49-ാമത്തെ പേജിൽ കണ്ടോളൂ. അള്ളാഹു ആകാശത്താണെന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും എന്ന്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു സ്വന്തം വലതു കൈയിൽ കുടിയിരിക്കുന്നു. കാരണം സക്കരിയ സ്വലാഹി പഠിപ്പിച്ചത് ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ വലതു കൈയിലെന്നാണ്. അൽമനാർ 2005 പഠിപ്പിച്ചത് അള്ളാഹു ആകാശത്തിലാണ് എന്നാണ്. അപ്പോൾ വലതു കൈയിലുള്ള ആകാശത്തിലാണ് അള്ളാഹു ഇരിക്കുന്നത് എന്ന വൈരുദ്ധ്യം നിറഞ്ഞ പൊട്ടത്തരം നിറഞ്ഞ വാദമാണ്, വിശ്വാസമാണ് സലഫികൾക്കുള്ളത്. മാത്രമല്ല 2005 അൽമനാറിൻ്റെ 50-ാമത്തെ പേജിൽ 49-ാമത്തെ പേജിൽ അള്ളാഹു ആകാശത്തിലെന്ന് പഠിപ്പിക്കുമ്പോൾ 50-ാമത്തെ പേജിൽ അള്ളാഹു ആകാശത്തിന് മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണെന്ന് പഠിപ്പിക്കുന്നു. ഒരു പേജ് മാറിയപ്പോഴേക്കും അള്ളാഹുവിൻ്റെ സ്ഥലവും മാറി. 49-ാമത്തെ പേജിൽ അള്ളാഹു ആകാശത്തിലാണ്, 50-ാമത്തെ പേജിൽ അള്ളാഹു ആകാശത്തിന് മുകളിലാണ് എന്നാണ് മുജാഹിദ് മൗലവിമാർ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സലഫികൾക്ക് ഇത്തരം വൈരുദ്ധ്യങ്ങൾ വെച്ചു പുലർത്തേണ്ട അവസ്ഥ വന്നത്? ഖുർആനും ഹദീസും പ്രമാണങ്ങളും സ്വന്തമായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. സാധാരണ നാം പറയാറുണ്ട് സ്വന്തമായി ഫോട്ടോ എടുക്കുന്നത് സെൽഫി, അതേപോലെ സ്വന്തമായി പ്രമാണങ്ങൾ വിശദീകരിക്കുന്നതിന് പറയുന്ന അത്തരക്കാർക്ക് പറയുന്ന പേരാണ് സലഫികൾ എന്നത്. സലഫുകളല്ല, സലഫികൾ.
സലഫുകൾ വേറെ, സലഫികൾ വേറെ എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വക്താക്കളായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.